ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സുധീഷ് ലളിത. അപ്പോൾ നമ്മൾ പുതിയ വ്ളോഗുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വളരെ റാൻഡമായിട്ടാണ് നമ്മൾ വീഡിയോകൾ വരുന്നത്. ഇന്ന് നമ്മളെ വ്ളോഗിൽ പുതിയൊരാളും കൂടി വരുന്നുണ്ട്. ചങ്ക് വിഷ്ണു രമേശ് എന്നാണ് ശരിക്കും വലിയ പേര്. ഇന്നവരെ ഒരാളും അത് വിളിച്ചിട്ടില്ല, ചങ്ക് എന്ന് വിളിക്കൽ. പിന്നെ ഇതാ ഇവമോളും കുഞ്ഞുണ്ട്. നമ്മളിന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മളെ അളിയൻ തണ്ടിയുണ്ട്. ഓനും ശരിക്കും വലിയ പേരുണ്ട്, ഓനും ആരും വിളിക്കില്ല. ശ്യാംകുമാർ എന്നവൻ്റെ പേര്. അപ്പോൾ അവൻ്റെ കുറച്ച് നാളത്തെ ഒരു പ്രേമം നമ്മൾ വീട്ടിൽ പറഞ്ഞ് ഉറപ്പിക്കാനുള്ളൊരു പരിപാടിയാണ്. അവർ രണ്ടാൾ UK നാട്ടിൽ വന്നിട്ടുണ്ട് ഇതിനായിട്ട് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇതാ നല്ല ഔട്ട്ഫിറ്റെല്ലാം സെറ്റ് ചെയ്തിട്ട് വളരെ അമ്മായിനെ കണക്കായിട്ടുണ്ട്. ഞാൻ അമ്മാവനായിട്ടുണ്ട്, ചങ്ക് വേറൊരു അമ്മാവൻ. നമ്മൾ എല്ലാവരും കൂടിയിട്ട് അളിയൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അളിയനെ അടന്ന് റെഡിയാക്കിയിട്ട് വേണം പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ ആടെ എത്തിയിട്ട് വാങ്ങിക്കണം. കൊല്ലാട് പാലം റീൽസിൽ നല്ല ഫേമസ് ആയൊരു ചായക്കടയാണ്. വണ്ടി ചായ കിട്ടുന്നുണ്ട്. എല്ലാവരും ഈവനിങ് വൈബ് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ അളിയൻ്റെ വീട്ടിലെത്തി. അളിയൻ്റെ റെഡി ആയിട്ടില്ല. ഓക്കെ, കയ്യിൽ കൊണ്ടുകൊടുത്ത് ഇവിടെ നിൽക്കുകയാണ്. അമ്മയിൽ സുന്ദരിയായിട്ട് നിൽക്കുന്നത്. അമ്മ യൂട്യൂബിൽ വരും കേട്ടോ. അമ്മയെ യൂട്യൂബിലെടുത്ത് ഇവ എവിടെ പോവാ? ചേട്ടാൻ്റെ കല്യാണം ഉറപ്പിക്കാൻ പോവാ. അളിയെ കല്യാണം പ്രമാണിച്ചത് വീടെല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. കൈസ് അളിയനോട് റെഡി ആയിട്ടില്ല. അതാ ഓള് വന്നിട്ട് ഇവിടെ ഇസ്തിരി വരെ ഇട്ട് കൊടുക്കേണ്ട അവസ്ഥയാണ്. എൻ്റെ കാര്യം പറഞ്ഞാൽ അച്ഛനെല്ലാം റെഡിയായി നിൽക്കുന്നുണ്ട്. അച്ഛനാ കല്യാണ ചെക്കനായിട്ട് നിൽക്കുന്നത്. ആ കൈസ് അളിയൻ പുതിയ സോഫയെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഗൈസ് അളിയന് വാച്ചും ഇല്ല. വാച്ചും ഞാൻ മേടിച്ചു കൊടുക്കണം. ഇവനാണ് UK വന്നത്. ഇതെൻ്റെ ഓളെ ചേച്ചി ജർമ്മനിയിൽ നിന്ന് കൊണ്ടു തന്ന വാച്ചാണ്. ഇട്ട് കൊതി തീർന്നിട്ടില്ല. ആ നീ എന്തിന് UK വന്നിന്? 5 ദിവസത്തെ 10 ദിവസത്തെ ലീവിന് വന്നിന്. ഒരു 5 ദിവസവും നമ്മ ഇപ്പോൾ തിരക്കാണ്ടായി. വല്ല നോക്കിയാൽ കിളി പോയി നിൽക്കുകയാണ്. ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്നറിയോ? ഇതാ എക്സിക്യൂട്ടീവ്. ശ്രീരാമപുരം എങ്ങനെയാണ്? അവിടെ കുമ്പയുണ്ടോ എനിക്ക്? ഒന്നും മടക്കണ്ട. അളിയ ലുക്ക് തന്നെ, ചങ്ക അളിയ ലുക്ക് തന്നെ അല്ലേ? കല്യാണത്തിന്റെ പോലെ ഇങ്ങനെ ഒരു കുരാരും. ഗൈസ്, ഇവമോള് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. ചേട്ടായിക്ക് ഗിഫ്റ്റ് കൊടുക്കും. എന്നിട്ട് ചേട്ടായി ഒരു ചേച്ചീൻ്റെ കയ്യിൽ ഗിഫ്റ്റ് കൊടുക്കും അല്ലേ? ഗിഫ്റ്റിനകത്ത് എന്താ ഉള്ളേ? ആ, കുറെ മിഠായികളുണ്ടല്ലേ? പൂക്കളും ഉണ്ടല്ലേ? സൂപ്പർ. അളിയൻ്റെ ഒരു കല്യാണം ഉറപ്പിക്കാൻ പോകുന്ന വണ്ടികളാണ്. ഉറപ്പിക്കാൻ ഇത്രയും വണ്ടി. അപ്പോൾ കല്യാണത്തിന് എത്ര വണ്ടി ഉണ്ടാവും? അളിയൻ്റെ പ്രേമം തുടങ്ങിയ സ്കൂള് കമ്പല്ലൂർ സ്കൂൾ. അവിടെ ഇവനിലാണ് നേരത്തെ നമ്മൾ വെച്ചിട്ടുണ്ടായത്. ഇതാണ് അളിയൻ്റെ പ്രേമം തുടങ്ങിയ സ്കൂൾ. സ്കൂളിന്റെ ഫോട്ടോ കാണിക്കുന്നത്. ഇവിടെ വന്നിട്ട് ആ പാവം പെണ്ണ് വിട്ടുപോയത്. അല്ലെങ്കിൽ ആ പെണ്ണ് നല്ലൊരു ജീവിതം കിട്ടുന്നതാണ്. ഈ കുക്കുടനെ കൊണ്ട് എനിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അങ്ങനെ ആ ട്രാപ്പിൽ പെടുത്തിയിട്ട് ചെക്കൻ ആ പെണ്ണ് എങ്ങനെയെങ്കിലും രക്ഷോട്ട് പോകുന്നതാണ്. ഇത്ര നാളെ പ്രേമിക്കുമ്പോ ഈ ടെൻഷൻ ഒന്നും കണ്ടിട്ടില്ല.
മഴയുണ്ട്. ഇറങ്ങുന്ന വീഡിയോ എടുക്കണം. അതിനോട് പറഞ്ഞാൽ മതി. എങ്ങനെ എടുക്കണ്ടേ? നീളത്തില് ഫോൺ പിടിച്ചിട്ട് സാധാരണ നമ്മ വിളിക്കുന്ന പോലെ ഫോൺ പിടിച്ചിട്ട് വീഡിയോ എടുത്തോ. ബാക്കി വീഡിയോ എടുക്കാനുള്ള ആളുണ്ട്. ഇത് വ്ളോഗാന്ന്. വ്ളോഗിൽ വരും കേട്ടോ. ഓക്കെ ബൈ. മറ്റേ വണ്ടി ബാക്കിൽ കാണുന്നില്ലല്ലോ. അളിയന്റെ കല്യാണം ഉറപ്പിക്കല് പെരുമഴയായി. അളി ഇൻസൈഡിലാക്കി വന്ന് നമ്മൾ മുണ്ട് കൊടുത്തിട്ട് വന്നിട്ട് കണ്ടോ മിക്കവാറും ചളി പുളിയാവും. അമ്മച്ചിരി വർത്താൻ തുടങ്ങി. ഈ വണ്ടി വാങ്ങിയിട്ട് കണ്ടോ അപ്പോൾ കിലോമീറ്റർ ആയതേ. വണ്ടി വാങ്ങിയിട്ട് 2 ദിവസം ആയതേ ഇല്ല. അല്ല ഇവന്റെ ഓട്ടം കൊണ്ടായതാണ്. എത്ര കിലോമീറ്റർ ഹോട്ടലിൽ കൊണ്ട് ഇത്രയും കിലോമീറ്റർ ആയി ഇവന് വേണ്ടിയിട്ട്. ഇവൻ ഈ കുക്കുടന് വേണ്ടിയിട്ടാണ് ഈ വണ്ടി വെച്ച് ഓടിയത്. ഉറക്കല്ലേ കയ്യല്ലടിക്കുന്നുണ്ടോ? അടുത്തല്ലേ ആയിട്ടല്ലോ. ഏത് ടെൻഷൻ ആക്കല്ലേ. ഗൈസ് അങ്ങനെ നമ്മൾ മരിയന്റെ വീട്ടിലെത്താൻ പോകുന്നു. ആ കാണുന്ന കിട്ടുക താഴെ കാണുന്ന മരിയന്റെ വീട്. അവിടെ അതിന് മേലെയുള്ള ആൾക്കാരെ കാണുന്നുണ്ട് കേട്ടോ. എടാ നമുക്കെല്ലാം ടെൻഷൻ ആവുന്നു. എന്തിരി എവിടെയാ സമ്മാനം കൊടുക്കുന്ന സ്ഥലം. ഗായ്സ് അങ്ങനെ നമ്മൾ മരിയന്റെ വീട്ടിലെത്തി. അവിടെ കുറെ ആൾക്കാർ നാളെ അടിയോ വന്നാട്. ഗായ്സ് അളിയന്റെ അമ്മയച്ച് സെറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അളിയ നീ എന്താ പറക്കുന്നത്? അളിയ ഫുൾ ടെൻഷനാണ്. അതൊക്കെ മൊബൈൽ ഫുൾ വന്നല്ലോ ആയി. അറ്റാക്ക് വന്ന് പോന്നേ. അതിനുള്ളിൽ കയറിയാണ് കറങ്ങി അടിച്ചിട്ട് വരുന്നു. ഇതാണ് കല്യാണപ്പെടി. അല്ലെ വെച്ചോ. അങ്ങനെ അത് തന്നെ കല്യാണം ഉറപ്പിക്കൽ കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണത്തിലേക്ക് കടന്നു. ഇനി മുതൽ ഇത് അളിയൻ്റെ ഫാമിലി. അതെ
മിക്കി മൗസോ എന്തി അതെന്താ മിക്കി മൗസാ താരം എവിടെ കിടക്കുന്നേ ബാത്റൂമാ മേക്കപ്പ് സെറ്റോ ആ ഇതാണോ ഇതൊക്കെ എന്താ പൂക്കൾ ഇവിടെ വേറെ മേക്കപ്പ് സെറ്റ് ഉണ്ടായിരുന്നില്ലേ ഇവിടെ ഇതെന്താ എന്തൊക്കെയാ ആ ഇതെന്താ സാധനം അതൊക്കെ എന്താ ബോളെടുത്താലോ നമുക്ക് ബോളെടുത്താലോ ഇല്ല നമുക്ക് എടുക്കാം അച്ഛെടുക്കാം എടുത്ത കുഴപ്പമില്ല ചേച്ചിമാരോട് പറയാം അവൾക്ക് കളിക്കാൻ എടുത്താൽ പറയാം എന്താ കളിക്കാൻ വേണ്ടേ ബോളുണ്ടോ എവിടെ ഉള്ളേ എവിടെ ഉള്ളേ നമ്മുടെ വീട്ടിലുണ്ടോ ആ എന്നാ കുഴപ്പമില്ല അല്ലേ എൻ്റെ കല്യാണം ഉറപ്പിക്കൽ ബിരിയാണി മതി കഴിച്ചിട്ടെടുക്കാം എവിടെയും കൊടുത്തോ അപ്പൊ ബൈ ബൈ പറഞ്ഞോ അങ്ങോട്ട് ഓനോട് പറ എന്നോടല്ല ബൈ അളിയൻ്റെ കല്യാണം 1 കിലോട് താങ്ക്സ് പറഞ്ഞു അങ്ങനെ നമ്മൾ അളിയൻ്റെ കല്യാണം ഉറപ്പിക്കൽ കഴിഞ്ഞ് നല്ല ബിരിയാണി പന്നി ഫ്രൈ അടിച്ച് തിരിച്ചു പോയി അല്ല എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അത്യാവശ്യം ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ അളിയൻ എല്ലാം നേതൃത്വം വഹിച്ചു അധ്യക്ഷ വഹിച്ച് എല്ലാം സംസാരിച്ചു അമ്മാവനും അമ്മായിയാണ് പറയുന്നത് ഇത് അമ്മായിയുടെ മോള് പറയുന്ന ചെങ്ക് പിന്നെന്താണ് കല്യാണം വേറെ ജനുവരിയിലാണ് ഞങ്ങൾ ഫിക്സ് ചെയ്തത് നിനക്ക് വാങ്ങാറ് സമയം കിട്ടില്ല നിനക്ക് ഇന്ന് വെച്ചാലോ അപ്പൊ കാശിനി അടുത്ത വീഡിയോ കാണാം ഈ വീഡിയോ ഇറങ്ങുമെന്ന് ഉറപ്പൊന്നുമില്ല എഡിറ്റ് ചെയ്യട്ടെ ബൈ ബൈ പറ ഇവ പോയിട്ട് റൂമിലെല്ലാം പോയിട്ട് മേക്കപ്പിന്റെ സാധനം നോക്കുന്നുണ്ടായിരുന്നു ആ അവള് ചേച്ചീന്റെ മേക്കപ്പിന്റെ സാധനങ്ങളാണ് ബൈ